ആദ്യത്തെ ഒരു ഫസ്റ്റ് മന്ത് തന്നെ എല്ലാം കൂടെ കണ്ട് ഓവർവെൽംഡ് ആവരുത്, ഫിഗർ ഔട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു 1 to 25 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നല്ല ടൈം എടുക്കുമായിരുന്നു. ബട്ട് ഞാൻ ഡെയിലി ചെയ്യായിരുന്നു. ആദ്യത്തെ ഒരു 3 months ഞാൻ ഡെയിലി ചെയ്യായിരുന്നു. ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ബഞ്ച് ഓഫ് വെരി ഗുഡ് പീപ്പിൾ. അവർ നല്ല രീതിയിൽ ഗൈഡൻസ് ആണ്. നമുക്ക് ഈ സർക്കിളിൽ തന്നെ നിന്ന് മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാതെ പോകാൻ വേണ്ടി ഇതേ മൈൻഡ് സെറ്റുള്ള ഒരുപാട് ഫ്രണ്ട്സ്. ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ഇപ്പം എല്ലാ ദിവസവും സെയിം അവർ പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഷോ അപ്പ്. ആ ഒരു മോക്ക് ചില ദിവസം ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു മോക്കെങ്കിലും എടുത്തു പോയാൽ ഡിസിപ്ലിൻ ഭയങ്കര. നമ്മൾ ഇതുമായിട്ട് ടച്ച് വിട്ട് പോകാതിരിക്കുന്നത് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എനിക്ക് എത്ര നാളുകൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാമെന്ന ഒരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചിട്ടേ നിങ്ങൾക്ക് എത്ര നാളുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഹലോ, പുതിയൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാനകിയാണ്. ജാനകി SSCയുടെ MTS എക്സാം ക്ലിയർ ചെയ്തു. സെൻട്രൽ GST ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ജാനകിയെ പരിചയപ്പെടാം. ജാനകിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹലോ. ഹായ്. അപ്പോൾ ജാനകി ഒന്ന് പരിചയപ്പെടുത്തോ. എൻ്റെ പേര് ജാനകി. ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, അമ്മൂമ്മ, ഇത്രയും പേരാണ്. എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയൊക്കെ? എന്ത് ചെയ്യുന്നു? അച്ഛൻ പുറത്തായിരുന്നു, കെമിസ്റ്റ് ആയിരുന്നു. അപ്പം റിസൈൻ ചെയ്തിട്ട് നാട്ടിലുണ്ട്. അമ്മ ഫിസിയോതെറാപ്പിസ്റ്റ്, ചേട്ടൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഫാമിലി കാര്യങ്ങൾ പരിചയപ്പെട്ടു. അപ്പം ജാനകി ഇപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ GST ഡിപ്പാർട്ട്മെന്റിലാണ്. SSC MTS എക്സാം ആണ് ജോയിൻ ചെയ്തത്. അപ്പം നമുക്ക് ജാനകിയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ജാനകി ഇപ്പം ഏജ് എത്രയാണ്? എനിക്ക് 22. 22ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് തരുന്നത്. വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും പല ആൾക്കാരും ഒരു 25 ഏജ് ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള പരീക്ഷകളെ പറ്റി മനസ്സിലാക്കുന്നതും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഒരു ഗൈഡൻസ് കിട്ടിയെന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്സാംസ് ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? അതിൻ്റെ ബിഗിനിങ് എവിടെയാണെന്ന് പറയാമോ? ബിഗിനിങ് എന്ന് പറയുന്നത് എൻ്റെ കസിൻ ആദ്യം ഇത് SSC എഴുതി ജോയിൻ ചെയ്തപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. പിന്നെ ബാക്കി നമ്മുടെ കസിൻസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പം എനിക്ക് ഒരു സ്റ്റേബിൾ ജോബ് വേണം. MSc ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു. MSc എടുത്ത് 2 വർഷം വേസ്റ്റ് എനിക്ക് താല്പര്യമില്ല, ആ സബ്ജക്റ്റിൽ തുടരാൻ താല്പര്യമില്ല, മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്റ്റേബിൾ ജോബിലോട്ട്. 2 വർഷം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ MSc എടുത്ത് പോയിട്ട് കാര്യമില്ല, മനസ്സിലായി. അതുകൊണ്ട് സ്റ്റേബിൾ ജോബ് എന്ന രീതിയിൽ SSCയിലോട്ട്. അപ്പം 3rd ഇയർ കഴിഞ്ഞ ഉടനെ ജോയിൻ ചെയ്തു. ഞാൻ മെയിൽ പാസ് ഔട്ടായി. ജൂൺ ബാച്ചാണ് അവിടെ. ട്രിവാൻഡ്രത്ത് ജൂൺ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. ആക്ച്വലി ഇപ്പം 1 ഇയർ അല്ലേ? ഈ സെക്കൻഡ് ജൂൺ ആകുമ്പോൾ 1 ഇയർ. ഈ വർഷമാകുമ്പോൾ ജൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മെയിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു വർഷത്തിനുള്ളിൽ ജോലിക്ക് കയറി, അതൊരു വലിയ അച്ചീവ്മെൻറ്റ്. കാരണം പലർക്കും അറിയില്ല. പലരും ഈ PSC പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അതിന് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് അറിയില്ല. അത് ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ പരീക്ഷ അടക്കുന്നത് എന്താണെന്ന് അറിയില്ല. പരീക്ഷ അടന്നാൽ തന്നെ റിസൾട്ട് ഫൈനൽ ലിസ്റ്റിലുണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല. ഇങ്ങനെയുള്ള പല അനിശ്ചിതത്വങ്ങളും ഉള്ളപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 11ാമത്തെ മാസം തന്നെ ജോലിക്ക് കയറി, എക്സാം എഴുതി ജോലി കയറി. വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതിന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ ഗൈഡൻസ് ഉണ്ട്. ഒരുപാട് പേര് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ജാനകിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു എഫേർട്ടും ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ചെറിയൊരു സമയത്ത് ജോലി അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ MTS എക്സാം ക്ലിയർ ചെയ്തു. മറ്റ് എക്സാംസിന് കൂടി ഇനി ജോലിക്ക് നിന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. CGL തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ്. CGL എയിം ചെയ്ത് തന്നെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ മിഡ് വേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി ജോലിക്ക് കയറിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ എവിടെയാണ് ഇപ്പോൾ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്? ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ? ആലപ്പുഴ സെൻട്രൽ GSTയുടെ ആലപ്പുഴ ഡിവിഷനിലാണ്. അപ്പം വീട് കായംകുളത്താണ്. അപ്പം ഡിസ്റ്റൻസ് എത്ര ദൂരം ഉണ്ട് ഏകദേശം അവിടെ നിന്ന്? 50+ കിലോമീറ്റേഴ്സ്. അപ്പം പോയി വരാനാണോ അതോ? പോയി വരാൻ പഠിത്തവും രണ്ടും കൂടെ നടക്കില്ല. അവിടെ ഹോസ്റ്റലിൽ എല്ലാം. അപ്പോൾ അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഹോസ്റ്റലിലായിരുന്നു. വീണ്ടും ഹോസ്റ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത വർഷത്തെ CGL ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങൾ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രിപ്പറേഷൻ്റെ ഒരു ജേർണി എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ വന്നപ്പോൾ ഒരു പക്ഷേ നേരത്തെ പ്രിപ്പറേഷൻ ഹിസ്റ്ററി ഒന്നുമില്ല, എന്താണെന്ന് അറിയില്ല, SSCയെ പറ്റി അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ വന്ന. അപ്പം പഠിച്ച് അതിൻ്റെ ബേസിക്സ് മുതൽ പഠിച്ച് തുടങ്ങുന്നത് മുതൽ ആ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ, ഇതുവരെയുള്ളൊരു സ്റ്റേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി ഞാൻ വന്നപ്പോൾ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഫുള്ള് ഫോക്കസിൽ പഠിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അത് ഞാൻ ആദ്യം തന്നെ ചെയ്തു തുടങ്ങിയായിരുന്നു.
ആക്ച്വലി ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, നമുക്ക് ഓരോ ഇതിനും എന്തുമാത്രം ടൈം കൊടുക്കണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ആക്ച്വലി ഒരു 3 to 4 months മിനിമം എടുക്കും. എനിക്കെടുത്തിരുന്നു. അങ്ങനെ ബാക്കി എനിക്കിതിന് മുമ്പേ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചിട്ടില്ല. പഠിത്തം ബേസിൽ എക്സാം ഉണ്ടെന്നറിയാം, അങ്ങനെയാണ് ഞാൻ വന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് ആദ്യം ഞാൻ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഇതിന് 3 മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിച്ചത്. പിന്നെ GK എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഡ്യൂറിങ് ദ പ്രോസസ്സ് എനിക്ക് മനസ്സിലായി GK ആണ് ആക്ച്വലി റാങ്ക് മേക്കിംഗ്, ബാക്കിയെല്ലാം എല്ലാവരും സ്കോർ ചെയ്യും, അങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് മനസ്സിലായി. അപ്പം ഒരു 3-4 months കഴിഞ്ഞാണ് ഞാൻ GKയും പഠിച്ചു തുടങ്ങിയത്. അപ്പം അതിനുള്ള ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് മെന്റേഴ്സൊക്കെ നമുക്ക് വൊക്കാബുലറി ഇതെടുത്തപ്പോൾ തന്നെ ഡെയിലി ഞാൻ അതും പിന്നെ അല്ലാണ്ട് ഞാൻ വൊക്കാബുലറി ഡെയിലി പഠിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ മാത്സ് ഒക്കെ ആക്ച്വലി നല്ല രീതിയിൽ ടൈം എടുത്തു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ. പിന്നെ മോക്ക് എല്ലാം ഞാൻ ആക്ച്വലി ജാനകിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൽ വൈകുന്നേരം ലേറ്റ് ആയിട്ടിരിക്കുന്ന ഗേൾസിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേരാണുള്ളത്. ആ കൂട്ടത്തിൽ എല്ലാ ദിവസങ്ങളിലും ജാനകി വന്ന് കാണാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഒരു ടേബിൾ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് മോളി ടേബിൾ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു എഫേർട്ട് തന്നെയാണ് ചെറിയൊരു ടൈമിൽ ഇത് പേ ഓഫ് ചെയ്തത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു മെൻഡർക്കോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനോ മാത്രം ഇതിൻ്റെ ക്രെഡിറ്റ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ദിശ അക്കാഡമി നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള എഫേർട്ടാണ് ഫൈനലി പേ ഓഫ് ചെയ്തത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം, ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നിരിക്കാം, മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം, പുറത്തു നിന്നുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നിരിക്കാം. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഫൈനലി റിസോഴ്സ് ചെയ്തത്. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ കൂടെ തന്നെയുള്ള പല ആൾക്കാരും ഇത്രത്തോളം എഫേർട്ട് ഇടാതെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള ആൾക്കാർ തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അവസാനം വരെ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വേണ്ട സമയം വരെ നിങ്ങളിരുന്ന് വർക്ക് ചെയ്തു. ഇൻ ദ എൻഡ് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടി. ഈ ഒരു കാര്യം വെച്ചിട്ട് ഇനിയും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്താണ് ജാനകിക്ക് പറയാനുള്ളത്? ജാനകി ഇനിയും പ്രിപ്പറേഷൻ്റെ സ്റ്റേജിൽ തന്നെയാണ്, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നില്ല, അതിൻ്റെ സ്റ്റേജിൽ തന്നെയാണ്. ഒരു ചെറിയ അച്ചീവ്മെൻ്റ് എത്തി, ഇനി ബിഗ്ഗർ അച്ചീവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ജാനകിക്ക് പുതുതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട്, SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത്? പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ഫസ്റ്റ് മന്ത് തന്നെ എല്ലാം കൂടെ കണ്ട് ഓവർവെൽംഡ് ആവരുത്. ഫിഗർ ഔട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കും. പിന്നെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ബാക്കിയുള്ളവർ പഠിക്കുന്ന സ്റ്റൈലിൽ തന്നെ നമ്മൾക്ക് പഠിക്കണം അങ്ങനെയില്ല. ബാക്കിയുള്ളവർ കൊടുക്കുന്ന അത്രയും ടൈം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും, അതിൽ കുറവ് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ വേ ഓഫ് സ്റ്റഡി ഫിഗർ ഔട്ട് ചെയ്യണം, അതാണ് ഫസ്റ്റ്. ബാക്കിയുള്ള ഗൈഡൻസ് യൂസ് ചെയ്യണം. അത് വെച്ച് നമുക്ക് എന്താണോ വർക്കൗട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ കറക്റ്റായിട്ട് മോക്കെടുത്ത് അത് അനലൈസ് ചെയ്യുമ്പം എന്താണ് നമ്മൾക്ക് എവിടെയാണ് പുറകിലോട്ട് പോകുന്നത്, എന്തൊക്കെ മിസ്റ്റേക്സ് എന്താണ്, അത് ഫിഗർ ഔട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. കോൺഫിഡൻസ് കളയാതെ നെവർ ഗിവ് അപ്പ്. അതായത് എനിക്ക് തോന്നുന്നു ബേസിക്സ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ നോർമലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു 6 മാസമാണ് നിങ്ങളുടെ ബേസിക്സ് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം, നോർമൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ചിലർക്ക് ഇപ്പം ജാനകി പറഞ്ഞോളൂ, ജാനകിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവാൻ 3 to 4 months എടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഒരു വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ചിലർ ഈ ഒരു സാധനം പോലും ഫിഗർ ഔട്ട് ചെയ്യാതായിരിക്കും 1 വർഷത്തോളം പോകുന്നത്. 1 year ഒക്കെ എടുത്തിട്ട് 6 മാസം നമ്മൾ ടൈം പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു ബേസിക് പരീക്ഷയെ പറ്റിയുള്ള ഐഡിയ കിട്ടാൻ ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും. അങ്ങനെയുള്ളവരാണ് വീണ്ടും 2 വർഷം 3 വർഷമൊക്കെ എടുത്ത് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു നോർമൽ സ്റ്റുഡൻറ്റിൻ്റെ പ്രോസസ്സിൽ തന്നെ പോയത് 4 മാസം കൊണ്ട് ഏകദേശം എക്സാം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം 50% കാര്യം ജാനകി പഠിച്ചു. അതായത് പരീക്ഷ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, ഞാൻ എവിടെയാണ് വീക്ക്, എന്താണ് പഠിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു 50% കഴിഞ്ഞു. പിന്നീടാണ് നമ്മുടെ റിയൽ എഫേർട്ട്. ആക്ച്വലി ഈ റിയൽ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ട് പോകും. കാരണം പഠിക്കാനുള്ള ബേസിക്സ് എല്ലാം പഠിച്ചു, ഇനി പ്രാക്ടീസാണ് വേണ്ടത്. അപ്പം പഠിച്ച സാധനം വീണ്ടും പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരുപാട് പേര് നിർത്തിപ്പോകും. അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ റിസൾട്ട് ഉണ്ടായത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വർഷം ജോയിൻ ചെയ്തതിന് ശേഷം ഏതൊക്കെ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു പറയാമോ? ഞാൻ ആകപ്പാടി എക്സാം എഴുതിയുള്ളൂ. CGL CHSൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആകെ എഴുതിയ ഫസ്റ്റ് എക്സാം ആണ് MTS. ഒരേ ഒരു എക്സാം ഇതുവരെ എഴുതിയിട്ടുള്ളൂ. ആ എക്സാം തന്നെ ക്ലിയർ ചെയ്തു. അത് വലിയൊരു കാര്യമാണ്, ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണ്. കാരണം പലരും പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എഴുതിയെടുക്കാൻ, ഇപ്പം MTS ആയിക്കോട്ടെ ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഒരുപാട് സമയങ്ങളൊക്കെ എടുക്കുമെന്ന് പറയുമ്പോഴും 1 yearനുള്ളിൽ അച്ചീവ് ചെയ്താണ്. അത് ഒരു പരീക്ഷ മാത്രമേ എഴുതിയുള്ളൂ. അത് എനിക്ക് തോന്നുന്നു എക്സാം സമയത്ത് CGLലും
CHS ഒക്കെ പ്രശ്നം വന്നു അല്ലേ, ഹെൽത്ത് ഇഷ്യൂസ്. അതാണ് പറയുന്നത്, നമ്മൾ കലാകാരികളും പ്ലാൻ ഉണ്ട്, നല്ല രീതിയിൽ ലക്ക് ഫാക്ടർ ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് പറ്റിയില്ല, എഴുതാൻ പറ്റിയില്ല. ഈ സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ചിലപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നിടത്തല്ലാന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ CGL എഴുതാതിരുന്നപ്പം ചിലപ്പോൾ വിഷമിച്ച് കാണും, എനിക്ക് എഴുതാൻ പറ്റിയില്ല. CHSലും എഴുതാൻ പറ്റിയില്ല, വിഷമിച്ച്. അപ്പം എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണോ സംഭവിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചാണ്. പക്ഷേ MTS എഴുതുകയും ഡയറക്റ്റ്ലി അതിൽ ജോലി കിട്ടുകയും ചെയ്തു. എന്നുവെച്ചാൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിനേക്കാളും ജോലിയിലേക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് തിങ് ആണല്ലോ. അപ്പം അത് ആ ഒരു ബെറ്റർ തിങ്ങിന് വേണ്ടി ആയിരിക്കും ആ 2 എക്സാംസ് എഴുതാൻ പറ്റാഞ്ഞത്. മാത്രമല്ല ഇനി വരുന്ന എക്സാംസ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതുന്ന CGLലും ഇനി എഴുതുന്ന CHSലൊക്കെ എഴുതാൻ ക്ലിയർ ചെയ്യാനും പറ്റട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ, അതായത് പ്രിപ്പറേഷൻ്റെ ഒരു ഓവറോൾ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ബേസിക്സ് പഠിക്കുന്നത് എങ്ങനെയാണ് ബേസിക് ടോപ്പിക്കുകൾ, ഇപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും അത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? റീസണിങ് ആണെങ്കിൽ ഞാൻ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു. അപ്പം ഫസ്റ്റ് ഒരു 1 to 25 ക്വസ്റ്റ്യൻസ് ഞാൻ നല്ല ടൈം എടുക്കുമായിരുന്നു. ബട്ട് ഞാൻ ഡെയിലി ചെയ്യായിരുന്നു. ആദ്യത്തെ ഒരു 3 months ഞാൻ ഡെയിലി ചെയ്യായിരുന്നു. പിന്നെ ടൈം കുറഞ്ഞു വന്നു. പ്രത്യേകിച്ച് നമ്പർ സീരീസ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചിലത് നല്ല ഡിഫിക്കൽട്ട് ഉണ്ട്, ബട്ട് അതല്ല, ബാക്കി ജനറൽ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ റീസണിങ്ങിന് ആ പ്രീവിയസ് ഇയർ കറക്റ്റായിട്ട് ചെയ്താൽ മോക്കെടുത്താലും മതി. റീസണിങ് എനിക്ക് വർക്കൗട്ട് ആയത് അങ്ങനെയാണ്. ഇംഗ്ലീഷ് സിനോണിംസും ഇഡിയംസ് ആൻഡ് ഫ്രേസസും ഒക്കെ ഞാൻ ഡെയിലി പഠിക്കാൻ തുടങ്ങി. പഠിക്കുക മാത്രം ചെയ്തപ്പോൾ ഞാൻ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു. ഇംഗ്ലീഷ് റിവൈസ് ചെയ്യായിരുന്നു. മാത്സിന്റെ കേസിലെടുത്താൽ ഞാൻ അരിത്തമെറ്റിക് കറക്റ്റായിട്ട് ഒരു ക്ലാസ് ഫുള്ള് കണ്ടത്. പക്ഷെ അത് ഞാൻ റിവൈസ് ചെയ്തില്ല, ഫുള്ള് കണ്ട് ചെയ്ത് അങ്ങ് പോവായിരുന്നു. പിന്നെ മനസ്സിലായി ഇടയ്ക്ക് വെച്ച് കറക്റ്റായിട്ട് പോയി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ഇടയ്ക്ക് മനസ്സിലായി. അങ്ങനെ മാത്സ് പതുക്കെ ടോപ്പിക് തീർത്തു വന്ന്. പിന്നെ ഇപ്പം മോക്കെടുത്ത് എവിടൊക്കെയാ വീക്ക് അനലൈസ് ചെയ്ത്. GK ആക്ച്വലി അതൊരു നെവർ എൻഡിങ് സംഭവമാണ്. ഇതുവരെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലെ, അത് ഇപ്പോഴായാലും പറയാനുള്ള GK ഒരിക്കലും എൻഡ് ചെയ്യത്തില്ല. കാരണം GKയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ തന്നെ, SSCയുടെ GK സിലബസ് എന്ന് പറഞ്ഞാൽ തന്നെ, അത് സിലബസ് പഠിച്ചു തീർക്കാൻ തന്നെ ചിലപ്പോൾ 2-3 വർഷം എടുക്കും. സിലബസ് പഠിച്ചു തീർക്കാൻ. കാരണം നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഉണ്ട്. ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിപൂർവ്വം മാക്സിമം മാർക്ക് മേടിക്കാനുള്ള സ്ട്രാറ്റജി എടുക്കേണ്ടത്. അല്ലാതെ ചിലർ ചെയ്യുന്നുണ്ട്, ചിലർ ഒരൊറ്റ മുതൽ സിലബസ് പഠിക്കുക. അത് തെറ്റായ സ്ട്രാറ്റജിയാണ്. കാരണം ഈ 25 മാർക്സ് അവിടെ പഠിക്കുമ്പോൾ ബാക്കി 75 മാർക്ക് വേറെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിലേ ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് GK നിങ്ങൾ കാണുന്നതും അറിയാത്തത് നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അത് നല്ല സ്ട്രാറ്റജി തന്നെ. അതാണ്, ഒരിക്കലും GK സോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആവാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ഹെൽപ്പ്, നിങ്ങളുടെ പാരൻസിൻ്റെ ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന സമയത്ത് ഇവരിൽ ആരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്? എല്ലാവരെയും ഒരുപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആക്ച്വലി എന്നെ പ്രിപ്പറേഷൻ ഇട്ടപ്പോൾ തന്നെ അത്ര കോൺഫിഡൻസ് തന്നായിരുന്നു. ലൈക്ക് ഒരു 3 years അല്ലെങ്കിൽ 4 years എടുത്താലും നിനക്ക് കിട്ടും. ചിലപ്പോൾ ലക്ക് ഫാക്ടർ തുണച്ചില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. ബട്ട് ഗിവ് അപ്പ് ചെയ്യാതെ കിട്ടിയിട്ട് വന്നാൽ മതി. അവർ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പ്രഷർ ഒന്നുമില്ല. ഇപ്പം എന്തെങ്കിലും ചില ദിവസം മോക്കൊക്കെ എടുത്ത് മാർക്ക് പറഞ്ഞ് വിളിച്ച അമ്മ ഈ CGL എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊന്നൊരു 3 വർഷമെങ്കിലും ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ അമ്മ അത് നിന്റെ കഴിവില്ല, അങ്ങനെ അതൊന്നും കൊണ്ടല്ല, യു ക്യാൻ ആൻഡ് യു വിൽ, ബട്ട് നീ തളർന്നു പോകരുത്. മെന്റലി നല്ല സപ്പോർട്ട് അമ്മ, വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാം ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ബഞ്ച് ഓഫ് വെരി ഗുഡ് പീപ്പിൾ. അവർ നല്ല രീതിയിൽ ഗൈഡൻസ് ആണ്. നമുക്ക് ഈ സർക്കിളിൽ തന്നെ നിന്ന് മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാതെ പോകാൻ വേണ്ടി ഇതേ മൈൻഡ് സെറ്റുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണേലും കുറച്ച് ചേച്ചിമാരുണ്ട്. അവർ ആക്ച്വലി ഒരു 3-4 months കൊണ്ട് തന്നെ ആദ്യം തന്നെ അവരെന്നെ ഗൈഡ് ചെയ്തു എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അവർ വന്നിട്ട് 1 year ആയിരുന്നു. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഗൈഡൻസ് ആണ് ഇപ്പോഴും എനിക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. MTS എഴുതാൻ പോയപ്പോഴും അവർ കുറേ പോയിന്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. MTS എഴുതി ലൈക്ക് 45-45 ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യണം ആ രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങനൊന്നും നോക്കാതെ വന്നേനെ, ജസ്റ്റ് പോയി എഴുതിയിട്ട് വന്നേനെ. പക്ഷെ അവരാണ് എനിക്ക് എങ്ങനെയാണ് MTSനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്.
ഇവിടെ സമസ്തയിലിരുന്ന് പഠിക്കുമ്പോഴും ഒരു നല്ല സർക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം ചില ദിവസം നമ്മൾ മൈൻഡ് ഓക്കെ അല്ലായിരിക്കും. അപ്പം പുറത്തു പോകാനും പിന്നെ എപ്പോഴും ഒരേ സെറ്റ് രാവിലെ തൊട്ട് രാത്രി വരെ സെയിം റൊട്ടീനാണ്, മാറുന്നില്ല. അപ്പം ബട്ട് ജസ്റ്റ് വൈകിട്ടൊരു ചായ കുടിക്കാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് മൈൻഡ് ഓക്കെ ആക്കാനും ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ പറയുന്ന പോലെ മെന്റേഴ്സ് ആണെങ്കിലും ശരത് സാർ, എന്റെ മെന്റർ ലക്ഷ്മി ചേച്ചി, അതല്ല എല്ലാവരും ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു നെഗറ്റീവ്സും പറയാനില്ല. സപ്പോർട്ട് സിസ്റ്റം നല്ല രീതിയിലുണ്ടായിരുന്നു. അത് ആക്ച്വലി അല്ല ഇതിപ്പം പിന്നെ ജാനകി പറഞ്ഞതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ ഇപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആകുമ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് എനിക്കിത് പറ്റില്ല എന്നെടുത്താൽ നിങ്ങളിതിൽ നിന്ന് ഔട്ടാണ്. അതേസമയം ആ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ കുഴപ്പമില്ല, നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്, ആ ഒരു തിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കരുതുന്നത്. കാരണം അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്നത് അവരുടെ എൻവയോൺമെൻറ്റ് അവർ കറക്റ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നവരോട് ഇങ്ങനൊരു കാര്യമാണ് കൂടുതലും നമുക്ക് പറയാൻ പറ്റും. മൈൻഡ് സെറ്റ് ഉള്ള ഒരേ എയിമോടെ പോകുന്നവരെ കണ്ടുപിടിക്കുക. അതെ, അവരുടെ ഗ്രൂപ്പിൽ വരും. ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയായിരിക്കും റിസൾട്ടുകൾ വരുന്നത്. ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ പഠിച്ച പല ആൾക്കാരും ഉണ്ടാവും. ഇനി ഓരോരുത്തരായിട്ടായിരിക്കും മേടിക്കുന്നത്, ജോലി മേടിച്ച് ഓരോരുത്തരായിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. അപ്പം ഇനിയും ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അടുത്ത എക്സ്പെക്ട് ചെയ്യുന്ന എക്സാംസ് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ജോലിക്ക് കയറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, പ്രിപ്പറേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ? പ്രിപ്പറേഷൻസ് അടുത്ത CGL അല്ലെങ്കിൽ CGL ഫോക്കസ് ചെയ്ത് തന്നെയാണ്. CGL, CHSL, സെലക്ഷൻ പോസ്റ്റ് ഇത് ഇത്രയും എഴുതാനാണ്. അപ്പം ഇപ്പൊ രാവിലെ ആക്ച്വലി എനിക്ക് 9 to 5:30 ആണ് വർക്ക് ടൈം. അത് ഫിക്സ്ഡ് ആണ്. നമുക്ക് അതിന് മുമ്പോ അതിന് ശേഷം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം രാവിലെയും ഒരു 2 hours എങ്കിലും മിനിമം കിട്ടും. വൈകിട്ട് വന്നാലും കിട്ടും. അത് കളയാതെ വർക്ക് ചെയ്യാനായിട്ടാണ്, ഹോസ്റ്റലിൽ നിന്ന് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യം കൂടി. അപ്പം നമ്മുടെ ബേസിക്സ് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതർ റിസോഴ്സസ്, ഇപ്പം നിങ്ങൾ അതർ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തതും അതർ മോക്ക് ടെസ്റ്റുകൾ യൂസ് ചെയ്യും, എന്തൊക്കെ അതർ റിസോഴ്സസ് ആണ് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് യൂസ് ചെയ്തത്, ഓരോ സബ്ജക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള? ഇപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്തത് എന്താണ്, അതുപോലെ മാത്സിന് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്തത് എന്താണ്, റീസണിങ് എന്താണ് ചെയ്തത്, അതിന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി ടെക്സ്റ്റ് ബുക്സ് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫുള്ള് ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും പിന്നെ ലൈവ് മോക്സും ആണ് കൂടുതൽ ചെയ്യുന്നത്. സെക്ഷണൽ മോക്കും എൻ്റെ ഏരിയയിൽ എനിക്ക് ഫുൾ മോക്കാണ് ചെയ്യാൻ എനിക്ക് കംഫർട്ടബിൾ. അത് ആക്ച്വലി ഗുണമാണോ നല്ലതാണോ ഇതാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ, പക്ഷെ സെക്ഷനിൽ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് മോക്ക് മാക്സിമം, അതായത് നിങ്ങൾ ലാക്ക് ചെയ്യുന്ന സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന് സെക്ഷണൽ മോക്ക് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അത് അനലൈസ് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇനിയും നിങ്ങൾക്കുള്ളത്. ഇനി ആക്ച്വലി വലിയൊരു ചലഞ്ചായിരിക്കും. കാരണം ഇത്രയും നാൾ ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇനി ടോപ്പിക്ക് പഠിക്കാനില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കുകൾ ചെയ്യുക, നിങ്ങളുടെ നെഗറ്റീവ് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ അതാണ് അതർ റിസോഴ്സസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇനിയും ലാസ്റ്റ് എനിക്കൊരു ചോദ്യം കൂടി. ഇനി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരോട് പറയാനുള്ള മെയിൻ ഗൈഡൻസ് എന്താണ്? അതായത് ഞാൻ പറയാം, അതായത് ഇത് ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണല്ലോ. അതായത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്സ് ഒക്കെ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും പോവുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ടയർസം പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരു ബോറിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പം ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്? ഇതിൻ്റെ കോർ എന്താണെന്നാണ് ഇപ്പം ജാനകിക്ക് തോന്നുന്നത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ? ആക്ച്വലി അങ്ങനെ പറയാനുള്ള ലെവലിലായോ എന്ന് അല്ല, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾ വളരെ അടുക്കും ചിട്ടായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലർ ഒരു ദിവസം ലേറ്റ് നൈറ്റ് വരെ 12 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാവും. ചിലർ എല്ലാ ദിവസവും കൃത്യമായിട്ട് 3 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ചിലർ വേറെ ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യില്ല. ഇങ്ങനെ പല പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും നാൾ പഠിച്ചുകൊണ്ട് വന്നത്. അപ്പം എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്? ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ഇപ്പം എല്ലാ ദിവസവും സെയിം അവർ പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഷോ അപ്പ്. ഒരു മോക്ക് ചില ദിവസം ഒന്നും പറ്റിയില്ലല്ലോ, ഒരു മോക്കെങ്കിലും എടുത്തു പോയാൽ ഡിസിപ്ലിൻ ഭയങ്കര. നമ്മൾ ഇതുമായിട്ട് ടച്ച് വിട്ട് പോകാതിരിക്കുന്നത് കൺസിസ്റ്റൻസി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കുറച്ച് ദിവസം മോക്ക് എടുക്കാതിരിക്കുമ്പോൾ ആ സ്പീഡ് നമുക്ക് കുറയുന്നതായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അത് പിന്നെ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ള അത് രണ്ടും
അത് രണ്ടുമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ റിവൈസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് പഠിച്ച് ഒരുപാട് പോയിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് പോയായിരുന്നു, പക്ഷെ അങ്ങനെ കാര്യമില്ല. സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ഇപ്പം ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇത് പഠിച്ചതാണെന്ന് ഓർമ്മയുണ്ട്, ബട്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാര്യമില്ല. മാത്സ് ഒരുപാട് ഫേസ് ചെയ്ത് ബുദ്ധിമുട്ടിയായിരുന്നു മാത്സ് സബ്ജക്ട് ടാക്കിൾ ചെയ്തെടുക്കാൻ? മാത്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് ആക്ച്വലി. എനിക്ക് അങ്ങനെ അഡ്വാൻസ്ഡ് എൻ്റെ ഏരിയ അല്ല, അതിന് എനിക്ക് കുറച്ചുകൂടെ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. മറ്റേത് ലൈക്ക് എനിക്ക് ഭയങ്കര സിമ്പിൾ ആണെന്നല്ല, ഒബ്വിയസ്ലി ചാലഞ്ചസ് ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും ചിലപ്പോൾ അതല്ല, ഒരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ന്യൂമറിക്കൽ വേ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ബേസ് ഉണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം. അപ്പോൾ ഈ +2 വരെ പഠിച്ച ബേസിക്സ് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുണ്ട്. ട്രിഗ്നോമെട്രിയും ഓൾജിബ്രയൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് +2 ആ ബേസ് വെച്ചാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. 10th 12th ഒക്കെ അതൊക്കെ എന്റെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ടൈമിൽ. അതാണ് ഇപ്പൊ പലർക്കും എനിക്ക് എത്ര നാൾ കൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാമെന്ന് ഒരു സ്റ്റുഡന്റ് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം അതാ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചിട്ടേ നിങ്ങൾക്ക് എത്ര നാൾ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. കാരണം +2 വരെ നല്ല രീതിയിൽ പഠിച്ച് ബേസിക്സ് ഉള്ള ഒരാളെ സംബന്ധിച്ച് 1 ഇയറിനുള്ളിൽ പോലും ഒരു പക്ഷേ CGL എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. സിംപ്ലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല ബേസിക്സ് ഉള്ള ആൾ കൃത്യമായ വഴിയിലാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ക്ലിയർ ചെയ്യാം. അതേസമയം ബേസിക്സ് ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് ബേസിക്സ് ഉണ്ടാക്കാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് എക്സാംസ് ക്ലിയർ ചെയ്യണം. അപ്പം ആളുകളെ സംബന്ധിച്ച് ഡിപ്പെൻസ് ആളുകളെ സംബന്ധിച്ച് അതനുസരിച്ചിട്ടായിരിക്കും ആളുകളുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവരെന്തിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും അവരുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ജാനകിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. SSC MTS എക്സാം ക്ലിയർ ചെയ്ത് കറൻ്റ്ലി GST ഡിപ്പാർട്ട്മെൻറ്റിൽ, സെൻട്രൽ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ആലപ്പുഴയിലെ ഓഫീസിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്